Morning. Morning, ma'am. Good Good morning, morning, miss. ma'am. Good morning, ma'am. Morning. Good morning, ma'am. Good morning, ma'am. Good morning. സുഖാണോ എല്ലാവർക്കും? സുഖം. സുഖാണ്. സുഖാണ്. ഓക്കെ. നമ്മുടെ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കണ്ട തിരിക്കണതൊക്കെ. ആരൊന്നും ഇടുന്നില്ലല്ലോ. വായിക്കുന്നുണ്ട്. ഉണ്ട് മിസ്. ഓക്കെ. നമ്മൾ എടുക്കുന്ന നിർത്തിയുടെ അവിടെ വരെയാണ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ് അല്ലേ? ഓക്കെ. എന്തായിരുന്നു ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്? എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്? ആർക്ക് പറയാൻ പറ്റും? എബി വല്ലതും പറഞ്ഞോ? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്താ? ആരും മനസ്സില്ലേ? പറഞ്ഞേ. ഓക്കെ. ദൃശ്യം ഒന്ന് പറയോ? ആണ് പറയുന്നത്. ദൃശ്യം ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ. ഹലോ. പറഞ്ഞോ. അതായത് ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് മാനേജറാണ്. പിന്നെ പറയുന്നത് 1 or 2 days ആണ് ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് ഒന്ന് ട്രെയിനിങ്ങും അതുപോലെ തന്നെ എന്താണ് ജോബ് എന്നുള്ളതും അതുപോലെ അവിടുത്തെ സ്റ്റാഫിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും കൂടിയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്തായിരുന്നു? ആഷ്ന. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ആഷ്ന എന്ന് പറഞ്ഞേ. പ്രീത രജീഷ്. പറഞ്ഞേ. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ആരുമില്ലേ പറയാനായിട്ട്? ഓണാക്കി വെച്ച് പോയ എല്ലാവരും. ഓക്കെ. ദൃശ്യ പറയണത് ദൃശ്യ പറയണ്ടേ? വായിക്കുന്നുണ്ടോ നോക്കട്ടെ. കാർത്തിക. അഞ്ജന സുമി. അഞ്ജന. മിസ്, ഇത് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന ഒരു ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ്. അതായത് നമ്മളെ ഇതൊരു എഡ്യൂക്കേഷൻ, ഒരു സെമിനാർ പോലത്തെ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ്. അതായത് ഒരു നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത അവർക്കായിട്ട് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ്. വർക്കിൽ ഒന്നും കൂടി അവര് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സും അതുപോലെ തന്നെ പല ക്ലാസ്സും പല സെമിനാർസും അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു കേട്ടോ. അതാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇൻഡയറക്റ്റ് കെയർ. സഫിയ മാഹിൻ. ഇൻഡയറക്റ്റ് കെയർ. ഭീഷ്മ സുധി. എന്താണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞത്? അതിപ്പോ രോഗികൾക്ക് ഡയറക്റ്റ് ആയിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് പേഷ്യൻസിന്റെ ഡിസ്ചാർജ് സമ്മറി, റിപ്പോർട്ട്സ് അങ്ങനെയുള്ള റെഡിയാക്കി കൊടുക്കുന്നതിന്.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. എല്ലാവരും വായിക്കണോട്ടോ, എടുക്കുന്നത് അന്നൊന്ന് തന്നെ വായിച്ചു പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ എക്സാം ഒക്കെ വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയല്ലോ ഒരുവിധം. ഇപ്പൊ വായിച്ച് പഠിക്കാം. ബസ്സുമാർ എടുക്കുന്നത് അതാണ് തന്നെ വായിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കേട്ടോ. Okay, next ആണ് advantages of staff development. Okay, to generate a positive organizational climate. എന്താ പറയുന്നത്? Generate a positive organizational climate. എന്തായിരിക്കും? ഇങ്ങനെയുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റുകൾ അല്ലെ, നല്ല രീതിയിൽ ആളുകളെ വാർത്തെടുക്കുന്നതിലൂടെ എന്താണ് ഓർഗനൈസേഷന് ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ ഓർഗനൈസേഷന് ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ, പല പല ക്ലാസ്സുകൾ, സെമിനാർസുകളൊക്കെ അവരുടെ വർക്ക് എന്താണ് അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ഒന്ന് ഇംപ്രൂവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ കൊടുക്കുന്നതിലൂടെ നഴ്സിംഗ് കെയർ അല്ലെ, അവിടെ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കൂടുതൽ രോഗികൾ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരികയും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇല്ലേ. ഇതാണ് ഓർഗനൈസേഷൻ പോസിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ്? ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ടു കമ്മ്യൂണിക്കേഷൻ. ഇവിടെ വരുന്ന പേഷ്യൻസും അതുപോലെ തന്നെ സ്റ്റാഫുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയൊരു ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കുന്നതിലൂടെ, ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെ സ്റ്റാഫും അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി എന്താ നെക്സ്റ്റ് പറയുന്നത്? പാസ് ഓവർ ഓർഗനൈസേഷൻ സ്റ്റേജ് ടു പർപ്പസ്. ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോസ്പിറ്റലിന്റെ എന്തായിരിക്കാം പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? എന്തായിരിക്കും ഹോസ്പിറ്റലിന്റെ പ്രധാന ലക്ഷ്യം? എന്താണ് അവിടെ കൊടുക്കുന്നത്? ഹോസ്പിറ്റലുകാർ എന്താ രോഗികൾക്ക് കൊടുക്കുന്നത്? ട്രീറ്റ്മെന്റ്. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു കെയർ അല്ലേ. ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിലുള്ള ഒരു പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അതുവഴി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊരു ഇന്നർ മീനിങ് ഉണ്ട് അല്ലെ. കൂടുതൽ രോഗികൾ വരുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷന്റെ ഗോള് ആളുകളിലേക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിലേക്ക് പാസ് ചെയ്യുന്നു. ഇനി എന്താണ്? ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ്സ് ത്രൂ. നമ്മള് അവിടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സഹപ്രവർത്തകരല്ലേ, ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ. അവരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ നമ്മളുടെ വർദ്ധിക്കുന്നത്? എന്താണ്? ഞാനൊരു ന്യൂ എംപ്ലോയി ആണ് ഒരു ഹോസ്പിറ്റലില്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് കൂടി നിന്ന് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും? എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് ചെയ്യേണ്ട? നോളജ്, തെറ്റുകൾ പറഞ്ഞുതരും, സ്കില്ല് വർദ്ധിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കും അല്ലെ. അതുപോലെ തന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും അല്ലെ. ശരി തെറ്റുകൾ അറിയാൻ പറ്റും, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോ കമ്മ്യൂണിക്കേഷൻ നല്ല എഫക്റ്റീവ് ആവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ നോളജ് സ്കില്ലൊക്കെ ഇംപ്രൂവ് ആവാനായിട്ട് പറ്റും. സഹപ്രവർത്തകരുമായിട്ട് ഒത്തുചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കില്ല്, നോളജ്, അതുപോലെ പുതിയ തരത്തിലുള്ള എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ പറഞ്ഞത് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ രോഗികളും സ്റ്റാഫുകളും തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ മെസ്സേജ്
അതിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് അവിടെ വരുന്ന സ്റ്റാഫുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ പറഞ്ഞത് കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെ, നമ്മളിപ്പോ ഒരു ഞങ്ങൾക്ക് ന്യൂ എംപ്ലോയി ആണെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നോളജ്, സ്കില്ല്, അതുപോലെ പുതിയതായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നോളജും സ്കില്ലും ഇംപ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. 4 കാര്യങ്ങളൊക്കെയാണോ? ഒന്ന് വായിച്ചു നോക്കിയേ. Organization generate a positive organizational climate. Organization ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓർഗനൈസേഷണൽ മെസ്സേജ്, ഓർഗനൈസേഷന്റെ പ്രധാന ലക്ഷ്യം, ഹോസ്പിറ്റലിലെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് കെയർ കൊടുക്കുക എന്നാണ് അല്ലെ. അതൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിലേക്ക് പാസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ അവരെ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇനി 4 കാര്യങ്ങൾ വായിച്ചില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. നെക്സ്റ്റ് ആണ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഇനി സ്റ്റാഫ് ഡെവലപ്മെന്റിൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ റോൾ എന്താണ്? നമുക്കറിയാം അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ റോൾ എന്തായിരിക്കും? റോൾ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മേൽനോട്ടം വഹിക്കുക. ഓക്കെ, പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ പോളിസിയിലൂടെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് എഴുതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ പോളിസിയൊക്കെ പ്രിപ്പയർ ചെയ്തത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് അല്ലെ, മേലധികാരികളാണ്. ഓക്കെ, അവരുടെ റോൾ എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ, uses principle of learning when helping employees to learn new skills and information. എന്താണ്? ഒരു ന്യൂ എംപ്ലോയി ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുമ്പോ അവന്റെ സ്കില്ല്, അതുപോലെ തന്നെ അവരുടെ ടാലന്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലേണിംഗ് മെത്തേഡ്സുകള് യൂസ് ചെയ്യുന്നു. ആരാണ് യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താ പറഞ്ഞത്? ഒരു എംപ്ലോയി, പുതിയതായിട്ടൊരു എംപ്ലോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടാലന്റും അവരുടെ സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലേണിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഒന്നും കൂടി പറയാം. പുതിയതായിട്ട് ഒരു ന്യൂ എംപ്ലോയി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോ അവന്റെ സ്കില്ല് സ്കില്ല് ചിലപ്പോ കുറവായിരിക്കാം, നോളജ് കുറവായിരിക്കാം. ഒരു പ്രാക്ടിക്കലിലൂടെ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? ആ നോളജും സ്കില്ലും അവന്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്താണ് ഇന്റലിജൻസ് ഇതൊക്കെയും വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്നത് അല്ലെ. അങ്ങനെയുള്ള ലേണിംഗ് മെത്തേഡ്സുകള് എന്ത് ചെയ്തു കൊടുക്കുന്നു? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ. കിട്ടിയോ? ഇനി നെക്സ്റ്റ് ആണ് യൂസേഴ്സ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ്. എന്താണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല്? സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം? സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ? ഒന്നും കൂടിയും അവരെ ഡെവലപ്പെടുത്തുക അല്ലെ. നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം അവരുടെ നോളജും സ്കിൽസ് ഒക്കെ. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടിയും അവരെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്
എന്ത് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്? ടീച്ചിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നു. ഇപ്പോ പല നഴ്സുമാരുണ്ടാവും അല്ലെ. ചിലവരെന്താണ് BSc നഴ്സിംഗ് കഴിഞ്ഞ സ്റ്റാഫുകൾ ഉണ്ടാവാം, ചിലവര് PG കഴിഞ്ഞ സ്റ്റാഫുകൾ ഉണ്ടാവാം അല്ലെ, PG കഴിഞ്ഞ നഴ്സുമാരുണ്ടാവാം. അപ്പൊ ഈ PG കഴിഞ്ഞ നഴ്സുമാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ BSc നഴ്സിംഗ് കഴിഞ്ഞ സ്റ്റാഫുകൾക്ക് ചില കാര്യങ്ങൾ അവരുടെ സ്കില്ല് നോളജ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ടീച്ചിങ് ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? PG കഴിഞ്ഞ സ്റ്റാഫുകള് BSc നഴ്സിംഗ് കഴിഞ്ഞ നഴ്സുമാർക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതാണ് ടീച്ചിങ് ടെക്നിക്സ്. കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഇവിടെ ഈച്ച് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ മിസ്. എന്താണ്? പല പല ഡിപ്പാർട്ട്മെന്റും ഹോസ്പിറ്റലുകളിലുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ENT, അതുപോലെ പീഡിയാട്രിഷ്യൻ, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റും എവിടെയുണ്ട്? ഹോസ്പിറ്റലുകളിലുണ്ട് അല്ലെ. ഇവ എല്ലാവരും, ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഒരുപോലെയുള്ള പോളിസിയിലാണോ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഒരുപോലെയുള്ള പോളിസി ആൻഡ് പ്രൊസീജിയറിലൂടെയാണോ പ്രവർത്തിക്കുന്നത്? അല്ല. ഓക്കെ, നമുക്കറിയാം എന്താണ് പല പല ഓരോ ഡിപ്പാർട്ട്മെന്റിനും പല പോളിസിയാണ് അല്ലെ. അപ്പൊ പല പോളിസിയാണ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ആണ് അവരുടെ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടിയിട്ടുള്ള ലേണിംഗ് നീഡ്സ് അനുസരിച്ച് അവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് അല്ലെ. അവരുടെ കാര്യങ്ങള് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എങ്ങനെയാണ്, ഏത് പോളിസിയിലൂടെ പോകണം, ഏത് ഗൈഡ് ലൈൻസിലൂടെ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അതാണ് അവിടെ പറയുന്നത്. ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഏതൊക്കെ ലേണിംഗ് നീഡ്സ്, അവരുടെ നീഡ്സ് അനുസരിച്ച് ഏതിലൂടെയൊക്കെ പ്രവർത്തിക്കണം, ഏതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ഇനി എന്താണ്? ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഡെഫിസിറ്റ്. അപ്പൊ എന്താണ്? നമുക്കറിയാം ഞാനും നിങ്ങളൊക്കെ എന്താണ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. ചിലപ്പോ എനിക്കുള്ള നോളജ് ആയിരിക്കില്ല ശ്രീലക്ഷ്മിക്ക് ഉണ്ടാകുന്നത്, എനിക്കുള്ള സ്കിൽ ആയിരിക്കില്ല ചിലപ്പോൾ ദൃശ്യക്ക് ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും എന്താണ് ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ചിലപ്പോ നോളജ് കൂടുതൽ ഉണ്ടാകും, ചിലപ്പോ സ്കില്ല് കുറവുണ്ടാകും. അതുപോലെ തന്നെ നോളജ് കുറവും സ്കില്ല് കൂടുതലുമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പോ ഇവരെയൊക്കെ നോക്കി ഇവരുടെ നോളജും സ്കില്ലും നല്ല രീതിയിൽ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് അവരെ ഏതിലാണോ കുറവ് അവർക്കുള്ളത് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ സഹായിക്കുന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? 4 പോയിന്റും. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? പുതിയതായിട്ടുള്ള എംപ്ലോയീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നോളജും ഒന്നുകൂടി മിസ് പറയാം കേട്ടോ. ആദ്യം മുതൽ ഒന്നുകൂടി പറയാം. പുതിയതായിട്ടുള്ള ഫസ്റ്റ് വൺ ആണ് കേട്ടോ പറയുന്നത്. പുതിയതായിട്ടുള്ള എംപ്ലോയീസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സ്കിൽസ്, ടാലന്റ് ഒക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലേണിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്ത് കൊടുക്കുന്നു. ആരാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ യൂസിങ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫിനെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ ഒന്നും കൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലാക്കാം കേട്ടോ. എന്താണ്? PG കഴിഞ്ഞ നഴ്സുമാരുണ്ടാവും, അതുപോലെ BSc നഴ്സിംഗ് കഴിഞ്ഞ നഴ്സുമാരുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് പറഞ്ഞു കൊടുക്കും? ഇവരുടെ അറിവനുസരിച്ച് എല്ലാ കാര്യങ്ങളും BSc നഴ്സിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസിന് ടീച്ച് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ടീച്ചിങ് മെത്തേഡ്സ്. അതുപോലെ തന്നെ ഇതാണ് കണ്ടിന്യൂസ്ലി ആക്സസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. എന്താ പറഞ്ഞത്? യൂണിറ്റ് എന്ന് പറഞ്ഞാല് പല ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അർത്ഥം. ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഹോസ്പിറ്റലില് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്.
അവര് എല്ലാവരും ഒരുപോലെ ഒരു പോളിസിയിലൂടെയല്ല പ്രവർത്തിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ രീതിയിലുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലൂടെ വേണം ആര് പ്രവർത്തിക്കാനായിട്ട് എന്നാണ് പറയുന്നത്. ആരാണ് അവരുടെ ഗൈഡ് ലൈൻസ് ആയാലും പോളിസീസ് ആയാലും പ്രൊസീജിയർ ആയാലും റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് അല്ലെ. അവരുടെ നീഡ്സ് അനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സ് അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അത്ര ഉള്ളതിനകത്ത് കേട്ടോ. അതുപോലെ തന്നെ ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഡെഫിസിറ്റ്. നമുക്കറിയാം എന്താണ് ഓരോ ഇൻഡിവിജ്വലും അതിന്റെ സ്കിൽസ്. എനിക്കുള്ള നോളജ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത് അല്ലെ. എനിക്കുള്ള സ്കിൽ ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. ചിലർക്ക് നോളജ് കൂടുതലും ചിലർക്ക് സ്കിൽ കുറവും ആയിരിക്കും. ചിലവർക്ക് നോളജ് കുറവും സ്കില്ല് കൂടുതലും ഉള്ള ആളുകളുണ്ടാവും അല്ലെ. പല വ്യത്യസ്ത രീതിയിലായിരിക്കും നോളജ് സ്കില്ലുകൾ ഉണ്ടാകുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളുകളെ കുറവുള്ള ഏതാണോ അവർക്ക് കുറവ്, നോളജ് ആയിരിക്കാം ചിലർക്ക് കുറവ്. അപ്പൊ അങ്ങനെയുള്ള കുറവുകളെ കണ്ടെത്തി അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ചെയ്ത് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ അതില് ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നു. ഇതിനെ സഹായിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ 4 പോയിന്റ്. വായിച്ചോ 4 പോയിന്റ്? ാണോ? ക്ലിയർ ആണല്ലേ? ഇനി നെക്സ്റ്റ് ആണ് nursing hierarchy and functions. The structure of organization determines the employee behavior through the effort of role, power, status, responsibility, authority and communication. എന്താണ് പറയുന്നത്? Structure of organization determines the employee behavior through the effect of role, power, status, responsibility, authority and communication. നമുക്കറിയാം
ഒരു ഓർഗനൈസേഷന് സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ, ഒരു ഓർഗനൈസേഷനും ഉണ്ടാവും എന്ത് സ്ട്രക്ചർ എന്നത്. ആ സ്ട്രക്ചർ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓരോ എംപ്ലോയീസിന്റെയും ബിഹേവിയർ അനുസരിച്ച് എന്താണ് അത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എംപ്ലോയീസിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റല് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉണ്ട് അല്ലെ, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കില്ല ആർക്കുള്ളത്? നമുക്ക് നഴ്സിംഗ് ഇൻചാർജിനുള്ളത്. ഓക്കെ, ഇനി നഴ്സിംഗ് ഇൻചാർജിനുള്ള അതോറിറ്റി അല്ലെങ്കിൽ അധികാരമായിരിക്കില്ല ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾക്കുള്ളത് അല്ലെ. ഓരോരുത്തരുടെ ബിഹേവിയർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. മനസ്സിലായോ? കണക്ഷൻ കിട്ടുന്നുണ്ടോ പറയുന്നത്? വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി നോക്കിയേ, നഴ്സിംഗ് ഈസ് എ ലാർജ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമുക്കറിയാം നഴ്സുമാരില്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഒരു പ്രവർത്തനം നടക്കില്ല അല്ലെ. അവരാണ് ഒരു മെയിൻ ആയിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. നഴ്സിംഗ് എന്ന് പറയുന്നത് ലാർജ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻ എവറി ഹോസ്പിറ്റൽ ഹെൻസ് ഇറ്റ് ഹാസ് എ ഹൈറാർക്കി. എന്തുണ്ട്? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹൈറാർക്കി ഉണ്ട്. ഓക്കെ, അപ്പൊ ഹൈറാർക്കി ഉണ്ട്. അതാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകും ആസ് ഡോക്ടേഴ്സ്. It is necessary to understand the different nursing classification. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ എന്താണ് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട്. ഓരോ എംപ്ലോയീസിന്റെ ബിഹേവിയർ അനുസരിച്ചാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓരോരുത്തർക്കും പവർ ഉണ്ട്, അതുപോലെ റോൾ ഉണ്ട്. ഇതൊക്കെ എന്താണ് ഓരോരുത്തരുടെ ബിഹേവിയർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി നഴ്സിംഗിന് എന്തുണ്ട്? ഹൈറാർക്കി ഉണ്ട്. ഇതാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പൊസിഷനിൽ ആരാണ് നിൽക്കുന്നത്? കണ്ടോ നഴ്സിംഗ് ഹൈറാർക്കി? കണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? പിക്ചർ നോക്കിയേ. ഫസ്റ്റ് പൊസിഷനില് ടോപ്പ് ബോട്ടമാണ് ഹൈറാർക്കി പോയിരിക്കുന്നത്. ഫസ്റ്റ് വൺ നഴ്സിംഗ് ഡയറക്ടർ ആണ് ഫസ്റ്റ് പൊസിഷനില്. ഇനി അദ്ദേഹത്തിന് കീഴിൽ വരുന്നതാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഇനി നെക്സ്റ്റ് ആണ് ഈ സൂപ്രണ്ടന്റിന് കീഴിൽ വരുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ. ഈ സൂപ്പർവൈസർക്ക് കീഴിൽ വരുന്നത് നഴ്സിംഗ് ഇൻചാർജ്. ഇനി അദ്ദേഹത്തിന് കീഴിൽ വരുന്നതാണ് സ്റ്റാഫ് നഴ്സ്. ഇനി ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ വരുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ്. ഒരു ഹൈറാർക്കി മറക്കാതെ കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെക്കണം. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ ആരാണ് വരുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ആരാണ് വരുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് പൊസിഷനിൽ ആരാണ് വരുന്നത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ആർക്ക് പോവാൻ പാടില്ല. ഈ ഹൈറാർക്കി അങ്ങനെ തന്നെ കാണാൻ പഠിച്ചു വെക്കാം. ക്ലിയർ ആയില്ലേ? ഇനി ഓരോരുത്തരുടെ ഡ്യൂട്ടീസ്, നഴ്സിംഗ് ഡയറക്ടറെ ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ ഓരോരുത്തരുടെയും നമ്മൾ പഠിക്കും. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. നഴ്സിംഗ് ഡയറക്ടർ. ഫസ്റ്റ് പൊസിഷനിലുള്ളതാണ് നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോഴോ it is a nursing director who provides direction to the nursing staff and coordinates health services. പിന്നെ പറയുന്നത് it is a nursing director who provides direction to the staff nurse. Staff nurse-ന് എന്ത് കൊടുക്കുന്നുണ്ട്? എല്ലാ ഡയറക്ഷൻസും അല്ലെ. സ്റ്റാഫ് നഴ്സിന് വേണ്ട എല്ലാ ഡയറക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ആരായിരിക്കും? ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ പുറത്തുനിന്ന്? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? 1 minute കേട്ടോ.
ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. എന്താണ് നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാല് സ്റ്റാഫ് നഴ്സിന് വേണ്ട എല്ലാ ഡയറക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. അതുപോലെ തന്നെ ആൻഡ് കോർഡിനേറ്റ്സ് ഹെൽത്ത് സർവീസസ്. ഹെൽത്ത് സർവീസസിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഹു പ്രൊവൈഡ്സ് ഡയറക്ഷൻ ടു ദ nurse staffs. അതുപോലെ തന്നെ കോർഡിനേറ്റ്സ് ഹെൽത്ത് സർവീസസ്. അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സ്റ്റാഫ് നഴ്സിന് വേണ്ട എല്ലാ ഡയറക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹെൽത്ത് സർവീസസിലെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരായിരിക്കും? ഹൈറാർക്കിയില് ഫസ്റ്റ് പൊസിഷനിലുള്ള ആളാരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്? Their duties consist of supervising all nursing staffs. എന്താണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? എന്തായിരിക്കും ഡ്യൂട്ടി? സ്റ്റാഫ് നഴ്സിനെ അല്ലെ, നഴ്സിംഗ് സ്റ്റാഫുമാരെ എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെയും സൂപ്പർവൈസ് ചെയ്യുക എന്ന ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിനുള്ളത്. ആൻഡ് ലുക്കിംഗ് ആഫ്റ്റർ പേഷ്യന്റ് കെയർ. പിന്നെ എന്താണ്? പേഷ്യന്റ് കെയറും കൊടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. സൂപ്പർവൈസിങ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്സ്. ഡ്യൂട്ടി കൺസിസ്റ്റ് ഓഫ് സൂപ്പർവൈസിങ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് കെയർ. ഇത്രയും മാത്രം മതി. പേഷ്യന്റ് കെയർ. ഇനി നോക്കിയേ. ആസ് വെൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ലൈക്ക് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. കൂടാതെ അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും കൂടിയും ചെയ്യുന്നു അല്ലെ. ഏതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്? റെക്കോർഡ് കീപ്പിങ്ങും ബഡ്ജറ്റിങ്ങും. ബഡ്ജറ്റിംഗ് അറിയാലോ. എന്താ ബഡ്ജറ്റിംഗ്? നെക്സ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും കേട്ടോ. ഓഡിറ്റിംഗ് ഒക്കെ പഠിക്കും. ബഡ്ജറ്റിംഗ് എന്തായിരിക്കും? അറിയാൻ പറ്റുമല്ലോ ബഡ്ജറ്റിംഗ്. കണക്ക് കാര്യങ്ങൾ അല്ലെ, അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഈ നഴ്സിംഗ് ഡയറക്ടർ ആണ് കേട്ടോ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെച്ചോ. അത് മാത്രം ഒന്ന് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? അറ്റ് മിനിമം ദേ റിക്വയർ co-workers or bachelor degree in nursing along with at least 10 years of experience in named forms. എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നഴ്സിംഗില് ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിരിക്കണം. ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ് അറ്റ്ലീസ്റ്റ് 10 years of എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? നഴ്സിംഗില് ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിരിക്കണം, അറ്റ്ലീസ്റ്റ് 10 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ 10 years എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ചിലപ്പോ ചോദിക്കാം എത്ര ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ഉള്ളത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മള് നഴ്സിംഗ് ഡയറക്ടറിൽ പഠിച്ചത്? നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാഫ് നഴ്സിന് എല്ലാ ഡയറക്ഷനും കൊടുക്കുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ ഈ നഴ്സിംഗ് ഡയറക്ടർ ആണ് സ്റ്റാഫ് നഴ്സുമാർക്ക് എല്ലാ ഡയറക്ഷനും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് സർവീസില് എല്ലാ കോർഡിനേഷൻ, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? ഈ നഴ്സിംഗ് ഡയറക്ടർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ് പറഞ്ഞത് നമ്മള് നെക്സ്റ്റ് സെന്റൻസിൽ? ഡ്യൂട്ടി എന്താണ്? എന്താണ്? നഴ്സുമാരെ, എല്ലാ നഴ്സുമാരെയും സ്റ്റാഫ് നഴ്സുമാരെയും സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് പറഞ്ഞത്? പേഷ്യന്റ് കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ഏതൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? റെക്കോർഡ് കീപ്പിങ്ങും പിന്നെന്താണ്? ബഡ്ജറ്റിങ്ങും. അതുപോലെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നഴ്സിംഗില് ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിരിക്കണം, അതുപോലെ 10 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ മിസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ? ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് നോക്കിയൊന്ന്. ഡ്യൂട്ടീസ് നോക്കാം കേട്ടോ.
ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടാ. എത്ര ആൾക്കാർ പഠിക്കാനുണ്ട്? നമുക്ക് 6 ആൾക്കാരുടെ പഠിക്കാനുണ്ട്. എങ്ങനെയൊക്കെയാണ് അവരുടെ എക്സ്പ്ലനേഷൻ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കാനുണ്ട്. നമ്മൾ 6 ആൾക്കാരെ പഠിച്ചു വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഡ്യൂട്ടീസ് നോക്കിയേ. നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, to direct, oversee and evaluate all nursing staffs. അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. എന്ത് ചെയ്യണം? നഴ്സിംഗ് സ്റ്റാഫിനെ ഓവർസീ ചെയ്യാം, അതുപോലെ തന്നെ ഇവാലുവേറ്റ് വിലയിരുത്തുകയും ചെയ്യണം. അവരുടെ ഡ്യൂട്ടിയാണ്. നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ എന്താണ്? ടു ഗൈഡ് സ്റ്റാഫ് പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം അല്ലെ, നഴ്സുമാർക്ക് പ്രവർത്തിക്കേണ്ട ഓരോ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. താഴെ വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് അല്ലെ. അപ്പൊ അവര് അങ്ങനെയുള്ള പോളിസിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാഫിന് എന്ത് ചെയ്യാം? ഗൈഡ് ചെയ്ത് കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ എന്താണ്? ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ എൻഷുറിങ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലോങ് ടേം ഗോൾസ് ചെയ്യണം. ഇനി എന്താണ്? arrange and coordinate admission, nursing and patient care procedures. എന്ത് ചെയ്യാം? ഓരോ രോഗികൾ വരും അല്ലെ, അവരുടെ കാര്യങ്ങൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നഴ്സിംഗ് കെയർ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ. അഡ്മിഷനും പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് പോളിസീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം. പിന്നെന്താണ്? സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോഗ്രാംസ്, ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. എന്തായിരിക്കാം? നഴ്സുമാരും ചില രോഗികളും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവാറുണ്ടല്ലേ ഹോസ്പിറ്റലുകളില്? ആണോ? ഉണ്ടാവാറുണ്ടോ? ഇല്ലേ? ഉണ്ടാവാറുണ്ട്. ചില ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ അതെന്ത് ചെയ്യണം? ഇഷ്യൂസ് ഒക്കെ സെറ്റിൽ ചെയ്ത് കൊടുക്കാം, സോൾവ് ചെയ്യാം. ഇനി എന്താണ്? റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. അപ്പർ മാനേജ്മെന്റിന് റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്തായിരുന്നു? എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെയും ഡയറക്റ്റ് ചെയ്യാം, ഓവർസീ ചെയ്യാം, അവരുടെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം, വിലയിരുത്താം. അതുപോലെ തന്നെ സ്റ്റാഫിംഗ് പ്രൊസീജിയർ ഗൈഡ് ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റാഫിനും ഇങ്ങനെയുള്ളതാണ്, ഇങ്ങനെയുള്ള പോളിസിയിലൂടെ പോകണം ഒക്കെ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം. ഇനി എന്താണ്? എന്തെങ്കിലും ഇഷ്യൂസ് നഴ്സുമാരും അതുപോലെ തന്നെ പേഷ്യൻസുമാരും ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാം. പിന്നെന്താണ്? അപ്പർ മാനേജ്മെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കാം. മൂന്നാമത്തെ എന്താണ്? ഡിപ്പാർട്ട്മെന്റിന്റെ ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. വായിച്ചു നോക്കിയൊന്ന് എക്സ്പ്ലനേഷൻ ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം.
എക്സാമ്പിൾ പറയാം കേട്ടോ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ലോങ് ടേം ഗോള്, പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ ഇപ്പൊ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ എക്സ്പാൻഷൻ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ലോങ് ടേം. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പഠിച്ചില്ലേ, എന്താണ് ഭാവിയിൽ അത് എന്താണ് നവീകരിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ലോങ് ടേമില് വരുന്ന എന്താണ് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഫീൽഡിംഗ് എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. മനസ്സിലായോ? അതൊക്കെ ലോങ് ടേം ഗോളിൽ പെടും. ക്ലിയർ ആയോ? നഴ്സിംഗ് ഡയറക്ടർ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണം കേട്ടോ. പ്രധാനമായിട്ടും പഠിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിലിറ്റീസ് മാറിപ്പോകരുത്, അത് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ആണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആക്ട് as a second command in the nursing administration of the hospital. അപ്പോ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആക്ട് as a second command ആയിട്ട് പ്രവർത്തിക്കുന്നു. ഹോസ്പിറ്റലിലെ സെക്കൻഡ് കമാൻഡ് ആയിട്ട്, അഡ്മിനിസ്ട്രേഷനില് സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. He or she will be held responsible for manage and supervision of nursing service of the different departments of the hospital. എന്താ പറയുന്നത്? He or she will be held responsible for management and supervision of nursing services of the different departments of the hospital. എന്താണ്? നെക്സ്റ്റ് സെന്റൻസ് മലയാളപ്പെടുത്താം കേട്ടോ. മാനേജ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് നഴ്സിംഗ് സർവീസ്. നഴ്സുമാരെ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ചെയ്യുന്നതിനും സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ നഴ്സുമാരെ സൂപ്പർവൈസ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതിനുള്ള ഡ്യൂട്ടി ആരുടെയാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെയാണ്. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. Management and supervision of nursing service of the different departments. In all areas of the nursing activities, he or she will help the nursing director and as director in the absence of the nursing director. For nursing ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹെൽപ്പ് ചെയ്യുന്നത് നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തില്, നഴ്സിംഗ് ഡയറക്ടർ ഇല്ലാത്ത സാഹചര്യം വരുമ്പോ നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ആക്ട് ചെയ്യുന്നത്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആയിരിക്കും. ക്ലിയറായോ? ഇത്തരം കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോ സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ നഴ്സുമാരെ സൂപ്പർവൈസ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? സൂപ്പറിൻറ്റൻഡന്റ് ആണ്. അതുപോലെ തന്നെ തേർഡ് ലൈനും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്താണ്?
act as a director in the absence of the nursing director. Okay, nursing director absence അഭാവത്തിൽ അദ്ദേഹമില്ലാത്ത സാഹചര്യത്തില് അദ്ദേഹമായിട്ട് നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. പിടികിട്ടിയോ എന്താണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കാം നമുക്ക്. ഓക്കെ, duties and responsibilities. First one, he or she will help the nursing director in his work. നമുക്കറിയാം അല്ലെ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെയുള്ള സാഹചര്യത്തിലാണ്? ആബ്സെൻസ് ഓഫ് നഴ്സിംഗ് ഡയറക്ടർ അല്ലെ, നഴ്സിംഗ് ഡയറക്ടറുടെ അഭാവത്തിൽ, അദ്ദേഹം ഇല്ലാത്ത സാഹചര്യത്തില് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. എന്തായിരിക്കാം മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാല്? മാസ്റ്റർ റൊട്ടേഷൻ എന്താണ്? മാസ്റ്റർ റൊട്ടേഷൻ എന്ന് അറിയോ? ഡ്യൂട്ടീസ് ഷെയർ. ഓക്കെ, പറയാം കേട്ടോ. മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോ കാർഡിയാക് ICU ഉണ്ട്, മെഡിക്കൽ ICU ഉണ്ട് അല്ലെ. മെഡിക്കൽ ICUല് കൂടുതൽ നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. മെഡിക്കൽ ICUല് കൂടുതൽ നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ട്. അപ്പോ ശരിക്കും കൂടുതലായിട്ട് നഴ്സിംഗ് സ്റ്റാഫുകൾ വരേണ്ടത് എവിടെയാണ്? എവിടെയായിരിക്കും? കാർഡിയാക് ICUലാണോ അല്ലെങ്കിൽ മെഡിക്കൽ ICUലാണോ വരുന്നത്? വരേണ്ടത് എവിടെയായിരിക്കാം അവരുടെ സഹായം കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്? കാർഡിയാക് ICUല് അല്ലെ. കാർഡിയാക്കിലല്ലേ വരേണ്ടത്? കൂടുതൽ രോഗികൾ അവിടെ ആയിരിക്കാം അല്ലെ. അവർക്കാണ് നമുക്ക് തീവ്രമായിട്ടുള്ള പരിചരണം കൊടുക്കേണ്ടത് അല്ലെ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നഴ്സുമാരുടെ സഹായം ആവശ്യമായിട്ട് വരുന്നത് എവിടെയാണ്? കാർഡിയാക് ICUലാണ്. പക്ഷേ ഇവിടെ എന്താണ്? മെഡിക്കൽ ICUലാണ് കൂടുതൽ സ്റ്റാഫുകൾ ഉള്ളത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അവിടെ ഈ കാർഡിയാക് ICUല് കൂടുതൽ സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരുമ്പോ ഈ മെഡിക്കൽ ICUന്ന് റൊട്ടേറ്റ് ചെയ്യും അല്ലെ, അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ? അതാണ് മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ എഴുതി വെക്കാം കേട്ടോ. മനസ്സിലാവുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് അയക്കുന്നു. മനസ്സിലായ രീതിയിൽ എഴുതി വെക്കാം, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ICUയിൽ നിന്ന് കൂടുതലുള്ള സ്റ്റാഫിനെ എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കാർഡിയാക് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് പറയാം കേട്ടോ. തേർഡ് പോയിന്റ് നോക്കിയേ, ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ. അടുത്തതാണ് ഡ്യൂട്ടി റോസ്റ്റർ. എന്തായിരിക്കാം? ഓഫ് സ്റ്റാഫ് നഴ്സ് പ്രിപ്പയർഡ് ബൈ നഴ്സിംഗ് ഇൻചാർജ്. എന്താണ്? സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടീസ് അല്ലെ. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഓരോ നഴ്സുമാർക്ക് ഷിഫ്റ്റിംഗ് ടൈം ഉണ്ടാവില്ലേ? ഡേ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതൊക്കെ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം, കൺഫേം ചെയ്യാം. ആർക്കൊക്കെയാണ് ഏതൊക്കെ ഡ്യൂട്ടീസ് ഉള്ളത്. ഓക്കെ, ഇനി അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. അപ്പോ നമുക്കറിയാം, ഞാൻ പറഞ്ഞു അല്ലെ, ഡ്യൂട്ടി റോസ്റ്റർ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും, ഡേ ഷിഫ്റ്റ് ഉണ്ടാവും. പിന്നെ ഡേ ഷിഫ്റ്റിൽ നിൽക്കുന്ന സൂപ്പർവൈസർ രോഗികൾക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ഇനി എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവര് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ സമയം കഴിയുമ്പോൾ അവര് പോകും. അപ്പോ വരുന്ന നൈറ്റ് ഷിഫ്റ്റിൽ വരുന്ന സൂപ്പർവൈസർക്ക് അത് എന്ത് കൊടുക്കണം, എന്ത് ചെയ്ത് കൊടുക്കണം? അവർക്ക് കൃത്യമായിട്ട് ആ റിപ്പോർട്ട് റിസീവ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ഇനിയുള്ള മരുന്ന്, ഇനി ഏത് ഇന്ന പേഷ്യന്റിന് എപ്പോഴാണ് മരുന്ന് കൊടുക്കേണ്ടത്, എങ്ങനെയുള്ള ഡോസാണ്, എത്രയ്ക്കുള്ള ഡോസാണ് നമ്മൾ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കൊടുക്കേണ്ട രീതിയൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ ആയില്ല? അത് നൈറ്റ് വരുന്ന സൂപ്പർവൈസർക്ക് കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർ. അറിയാലോ, സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാം.
keep the record of staff statistics in connected with educational programs. അപ്പൊ എന്താണ് നമ്മൾ എങ്ങനെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെ എന്താണ് പല പല സ്റ്റാഫുകൾക്ക് അവരോട് പോവാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ചിലപ്പോ സെമിനാർസുകൾ, പല ക്ലാസ്സുകൾ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ സ്റ്റാഫുകളാണ് പോകുന്നത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കുക. മനസ്സിലായോ? റോസ്റ്റർ പറയണോ? റോസ്റ്റർ, ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ടൈം എന്ന് എഴുതി വെക്കാം കേട്ടോ. ഷിഫ്റ്റിംഗ് ടൈം പല പല നഴ്സുമായിരിക്കും, പല പല ഷിഫ്റ്റിംഗ് ടൈം ആയിരിക്കും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. സ്റ്റാഫ് നഴ്സുമാരുടെ ഷിഫ്റ്റിംഗ് ടൈം കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. അതാരുടെ ഡ്യൂട്ടിയാണ്? സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി നെക്സ്റ്റ് ആണ് supervise neatness of ward with the help of nursing in charge. നമുക്കറിയാം ഓരോ വാർഡിലും ആരുണ്ടാവും? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. ഓരോ വാർഡിലും നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും. നമ്മൾ നെക്സ്റ്റ് ഇതിൽ പഠിക്കും കേട്ടോ. നെക്സ്റ്റ് കാറ്റഗറിയിൽ പഠിക്കും. നഴ്സിംഗ് ഇൻചാർജ് ആണ് ഓരോ വാർഡിന്റെയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ എന്തെങ്കിലും വാർഡില് എന്തെങ്കിലും ചിലപ്പോൾ മുക്കിലോ മൂലയിലൊക്കെ ഒരു വൃത്തികേടായിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് അവർക്ക് എന്തെങ്കിലും ഈ നഴ്സിംഗ് ഇൻചാർജിനോട് വന്നിട്ട് ഇൻഫോം ചെയ്ത് നഴ്സിംഗ് ഇൻചാർജ് എന്ത് ചെയ്യും? അവിടെ വരുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളോട് പറഞ്ഞത് ക്ലീൻ ആക്കി കൊടുക്കും. ക്ലിയർ ആയോ? അപ്പൊ ആ ഡ്യൂട്ടി അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെയാണ്. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയും നഴ്സിംഗ് ഇൻചാർജിനോട് പറയും. നഴ്സിംഗ് ഇൻചാർജ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളോട് പറഞ്ഞത് ക്ലീൻ ആക്കി. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ലാസ്റ്റ് വൺ ആണ് അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ്സ് ടു ദ വാർഡ്സ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ് അനുസരിച്ച് നഴ്സിംഗ് കെയർ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. മനസ്സിലായോ? ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്ന പോളിസീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഓരോ പേഷ്യന്റിനും നഴ്സിംഗ് കെയർ കൊടുക്കേണ്ടത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽ പോളിസിയുടെ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് കെയർ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ മാസ്റ്റർ റൊട്ടേഷൻ നമ്മൾ പറഞ്ഞു. കാർഡിയാക് ഐസിയുലോട്ടാണ് മെഡിക്കൽ ഐസിയുനെക്കാട്ടിലും കൂടുതലുള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടെങ്കിൽ കാർഡിയാക് ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് മാസ്റ്റർ റൊട്ടേഷൻ. അതുപോലെ തന്നെ ഡ്യൂട്ടി റോസ്റ്റർ, ഷിഫ്റ്റിംഗ് ടൈം, നഴ്സുമാരുടെ ഷിഫ്റ്റിംഗ് ടൈം ചെക്ക് ചെയ്യാം, കൺഫേം ചെയ്യാം. അതുപോലെ തന്നെ നൈറ്റ് സൂപ്പർവൈസർക്ക് ഡേ ഡ്യൂട്ടി ഉള്ള ആളാണോ അതനുസരിച്ച് പേഷ്യൻസിന് കൊടുത്തിരിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്, ഇനി ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്, എത്ര ഡോസിൽ കൊടുക്കണം, കൊടുക്കേണ്ട രീതികൾ, അതിനെ കുറിച്ചൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കണം. അതുപോലെ തന്നെ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി ആയിട്ട് ഓർഗനൈസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, ഓരോ സ്റ്റാഫിനും നമ്മൾ ചിലപ്പോൾ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെ അവരെ കൊണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, സെമിനാർസുകൾ, ക്ലാസ്സുകളൊക്കെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇപ്പോ വാർഡിൽ ഇപ്പോ വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ, മൂലയ്ക്ക് വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ നഴ്സിംഗ് ഇൻചാർജിനോട് ഇൻഫോം ചെയ്ത് ആ ഇൻചാർജ് എന്ത് ചെയ്യും? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളോട് ഇൻഫോം ചെയ്ത് വൃത്തിയാക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് നഴ്സിംഗ് കെയർ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും വരെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇത്രയും വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ആണോ? ഓക്കെ. ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.